പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഇപ്പോൾ നോക്കൂ, നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ് ഭാരതം ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്ന് ഭാരതത്തിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസർ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ ഭാരതത്തിൻ്റെ ആശങ്കകൾ ന്യായമാണ്. അതായത് ഈ സമാധാനം വേണമെന്നാണല്ലോ ഭാരതം. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നെതന്യാഹു ഫോണിൽ വിളിച്ചപ്പോഴും അതാണല്ലോ പറഞ്ഞത്, സമാധാനം അത് പുനഃസ്ഥാപിക്കണം. അപ്പോൾ സംഘർഷം ലഘൂകരിക്കുന്നത് ഭാരതത്തിന് നിർണായക പങ്ക് വഹിക്കാൻ ആകും എന്ന ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭാരതം മധ്യസ്ഥത വഹിക്കുമോ? എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? ജോസഫ് സാർ മറുപടി. ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ച് സമാധാനം വരുത്താൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം വാസ്തവത്തിൽ ഇപ്പോൾ ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് കാര്യം? അതായത് ഇസ്രായേലുമായും ഇറാനുമായും ഒരുപോലെ തന്നെ നല്ല ബന്ധവും ഈ രണ്ട് രാജ്യങ്ങളും വിശ്വസിക്കുന്ന രാജ്യവുമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അത്തരമൊരു മധ്യസ്ഥതയിലേക്ക് പോയാൽ അത് ലോകരാജ്യങ്ങളുടെ മുകളിൽ ഇന്ത്യക്കുള്ള ഒരു അംഗീകാരത്തിൻ്റെ മുദ്രയായി അത് മാറും. എന്തുകൊണ്ടാണ് പിന്നെ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഈ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയുടെ 90 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുകയും ജീവിക്കുകയും പ്രവാസികളായി ജീവിക്കുകയും ചെയ്യുന്ന ഇടമാണത്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അത് വരുന്നത് സ്ട്രെയിറ്റ് ഹോർമുസ് കടലിടുക്കിൽ നിന്നും ബാബ്-മാൻഡേ പോലുള്ള കടലിടുക്കിൽ നിന്നുമാണ്. സംഘർഷമുണ്ടായാൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ എണ്ണവില വർദ്ധിച്ചിരിക്കുന്നു, ഓഹരി വിപണികൾ ഇടിഞ്ഞിരിക്കുന്നു, ഷിപ്പുകൾക്ക് അതിലൂടെ വരുന്നതിന് സംഘർഷമുണ്ടായി മാറിയിരിക്കുന്നു. അപ്പം നമ്മുടെ എണ്ണ ഇറക്കുമതിയും അതിലൂടെ നമ്മുടെ സാമ്പത്തിക വികസനത്തെയും അത് ബാധിക്കും, നമ്മുടെ പ്രവാസികളെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ G20 സമ്മേളനം നടന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഏജൻസി ഉണ്ട്, IMCC, ഒരു മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന സംഭവം. അതായത് അതിനകത്ത് ഇസ്രായേലുണ്ട്, മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി വളരെ വലിയ ഒരു ഇക്കണോമിക് കോറിഡോറിനാണ് നമ്മൾ നേതൃത്വം നൽകുന്നത്. എന്ന് മാത്രമല്ല, അതിൽ ഇസ്രായേൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇറാൻ്റെ ചബഹർ തുറമുഖം വികസിപ്പിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ചരിത്രപരമായി നമുക്കറിയാം, ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു ഇറാൻ. അപ്പോൾ ചരിത്രപരമായും സാംസ്കാരികപരമായും ബന്ധമുള്ള ഇറാന്റെ ആ ബന്ധം നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്നു. ഇസ്രായേലുമായി അതുപോലെ തന്നെ തന്ത്രപരമായ ബന്ധം ഉണ്ടായിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരമൊരു റോൾ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലും ഇന്ത്യയെ വിശ്വസിക്കും, ഇറാനും ഇന്ത്യയെ വിശ്വസിക്കും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും, കാരണം അമേരിക്കയെ ഇറാൻ വിശ്വസിക്കുന്നില്ല, ഈ ഇസ്രായേൽ ചൈനയെ റഷ്യയെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മധ്യത്ത് വിശ്വസ്തനായി നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെയും, അതായത് നമ്മുടെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു ധാരണയുമില്ലാതെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ മധ്യസ്ഥതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക സമാധാനത്തിന് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും അത്. ഓക്കെ, സലീം മടവൂർ, താങ്കളുടെ അഭിപ്രായം കൂടി. സംഘപരിവാർ അല്ല മധ്യസ്ഥത വഹിക്കേണ്ടത്, നരേന്ദ്രമോദി ഇടപെടണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യ വലിയൊരു സംസ്കാരത്തിന് അല്ല പറയട്ടെ, ഇന്ത്യ ലോകത്ത് ഈ വിഷയങ്ങളിലൊക്കെ സമാധാന ഉടമ്പടിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്കാരമുള്ള രാജ്യമാണ്. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ട രാജ്യമാണ്. ഇസ്രായേലിനെ പോലെ ഒരു വിഭാഗം താറ്റി ഓടിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏകപക്ഷീയ സമീപനമുള്ള ഒരു സംസ്കാരമല്ല. ഇന്ത്യയിൽ ഇനി ഏത് സംഘപരിവാർ വിചാരിച്ചാലും ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, സത്യത്തെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വംശത്തെയും എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള സമൂഹമാണ് ഇന്ത്യയുടേത്. ഇന്ത്യയിൽ വന്ന മുസ്ലിങ്ങളെ ഉൾക്കൊണ്ടു, ഇന്ത്യയിൽ വന്ന ക്രിസ്ത്യാനികളെ ഉൾക്കൊണ്ടു, അതിനു മുമ്പ് ആര്യന്മാർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമൂഹം ഉൾക്കൊണ്ടു. അതേപോലെ തന്നെ അഫ്ഗാനിൽ നിന്ന് ആളുകൾ വന്നു, അവരെയും ഉൾക്കൊണ്ടു, എല്ലാവരെയും ഉൾക്കൊണ്ടു. അവർ ഇവിടെ നിന്ന് വിവാഹം ചെയ്തു, അവരുടെ മക്കള്, അങ്ങനെ എല്ലാവരും ഇവിടെ ചക്രവർത്തിമാരായി. അതിനൊക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു സംസ്കൃതിയുടെ കേന്ദ്രമാണ് ഇന്ത്യ, അതിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ലോകത്ത് ഇടപെടാനും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയാൻ ലോകത്ത് ഇന്ത്യയെ പോലെ ആധികാരികമായി പറയാൻ സാധിക്കുന്ന മറ്റൊരു രാജ്യമല്ല. നമ്മുടെ ആ സാംസ്കാരികമായ അത്യുന്നതി എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ സാധിക്കില്ല. ആ ഇന്ത്യ തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായി ഒരു പരിഹാരം പറയാൻ ഏറ്റവും അർഹതപ്പെട്ട രാജ്യം. ഇന്ത്യ അതിന് തയ്യാറാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.